നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഞെട്ടിവിറച്ച് ബ്രസൽസ്. ബെൽജിയൻ തലസ്ഥാന നഗരമായ ബ്രസൽസിൽ ഭീകരാക്രമണം. വിമാനത്താവളത്തിലും മെട്രോ സ്റ്റേഷനിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ 23 പേർ മരിച്ചതായി റിപ്പോർട്ട്. സാവൻഡം എയർപോർട്ടിലെ ഇരട്ട സ്ഫോടനങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടത് 13 പേർ. മരണസംഖ്യ ഉയർന്നേക്കും. യൂറോപ്പിനെ ഞെട്ടിച്ച സ്ഫോടന പരമ്പര. പാരീസ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സലാ അബ്ദേൽ സലാം ബ്രസൽസിൽ പിടിയിലായതിന് ദിവസങ്ങൾക്കകം. സ്ഫോടനത്തിനു മുമ്പ് അക്രമികൾ തുടർച്ചയായി വെടിയുതിർത്തതായി റിപ്പോർട്ട്. യാത്രക്കാരെ ഒഴിപ്പിച്ച് വിമാനത്താവളം അടച്ചതിനു പിന്നാലെ എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ സർവീസുകളും റദ്ദാക്കി. രാജ്യത്ത് അതിജാഗ്രത. ആക്രമണത്തിനു പിന്നിൽ ഏതു ഭീകര സംഘമെന്ന് അവ്യക്തം. സ്ഫോടനങ്ങളിലും വെടിവെപ്പിലും പരിക്കേറ്റ നിരവധി പേർ ആശുപത്രിയിൽ. മരണമടഞ്ഞവരിൽ ഇന്ത്യക്കാർ ഉള്ളതായി റിപ്പോർട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നു. മുകേഷ് മത്സരിക്കും. കൊല്ലത്ത് മുകേഷ് CPM സ്ഥാനാർത്ഥി. താരത്തെ മത്സരിപ്പിക്കണമെന്ന സെക്രട്ടേറിയറ്റ് നിർദ്ദേശത്തിന് ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരം. മണ്ഡലത്തിൽ പിടിമുറുക്കിയ PK ഗുരുദാസിനെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് മത്സരിപ്പിക്കേണ്ടെന്നും അഭിപ്രായം. തർക്കമണ്ഡലങ്ങളായ ചെങ്ങന്നൂരിലെയും കായംകുളത്തെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണ. KK രാമചന്ദ്രൻ നായർ ചെങ്ങന്നൂരും പ്രതിഭാഹരി കായംകുളത്തും ജനവിധി തേടും. ആറന്മുളയിലെ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സീറ്റ് വിഭജനത്തിൽ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ്. ഒരു സീറ്റെങ്കിലും അധികം വേണമെന്ന മാണിയുടെ ആവശ്യം തള്ളി. മുന്നണിയുമായി ഉടക്കി നിൽക്കുന്ന ജേക്കബ് ഗ്രൂപ്പിന് അങ്കമാലി വിട്ടു നൽകില്ലെന്നും പ്രഖ്യാപനം. അതിനിടെ ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ. മാവേലിക്കര RSPക്ക് വിട്ടു നൽകും. നേമം സീറ്റിൽ മത്സരിക്കാനില്ലെന്ന് JDU നിലപാടിൽ കോവളം വെച്ചുമാറിയേക്കും. തർക്കം പരിഹരിക്കാൻ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരും. സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പട്ടികയ്ക്ക് രൂപം നൽകാൻ ഉമ്മൻചാണ്ടിയും സുധീരനും ചെന്നിത്തലയും ഉൾപ്പെട്ട 3-അംഗ പാനൽ. 26-നു ചേരുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയാകും. ഇതേ തുടർന്ന് ഹൈക്കമാൻഡ് അനുമതിയോടെ ഏപ്രിൽ ആദ്യവാരം അന്തിമ പ്രഖ്യാപനമുണ്ടാകും. പ്രതീക്ഷകൾക്ക് തുരങ്കം വെച്ച്. പൂഞ്ഞാറിൽ PC ജോർജിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി CPM നിലപാട്. സീറ്റ് നൽകാമെന്ന് ജോർജിന് ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതികരണം ഇടതു പിന്തുണയോടെ പൂഞ്ഞാറിൽ മത്സരിക്കുമെന്ന ജോർജിന്റെ സ്വയം പ്രഖ്യാപനത്തിന് പിന്നാലെ. LDFനോട് സഹകരിക്കാൻ തയ്യാറാകുന്ന എല്ലാവർക്കും സീറ്റ് നൽകാനാവില്ല. ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. PC ജോർജിനെ ഇടതു സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തർക്കങ്ങൾക്ക് തുടക്കം ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് LDFനോട് പൂഞ്ഞാർ സീറ്റ് ആവശ്യപ്പെട്ടതോടെ. സമവായം അകലെ. അനിശ്ചിതത്വം മാറാതെ ജമ്മു കാശ്മീരിലെ സർക്കാർ രൂപീകരണം. സഖ്യചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുമായി മെഹബൂബയുടെ കൂടിക്കാഴ്ച. മോദിയുമായി നടത്തിയ ചർച്ച പ്രതീക്ഷ നൽകുന്നതെന്ന് മെഹബൂബ മുഫ്തി. പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സർക്കാർ രൂപീകരിക്കാനാവില്ലെന്ന നിലപാടിൽ PDP. പൊതുമിനിമം പരിപാടിയിലെ മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കണമെന്നും ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2640 രൂപ, പവൻ 21,120 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.